വെള്ളക്കണ്ണന് ഇറച്ചി കിട്ടിയാ? ഇങ്ങോട്ട് നോക്ക്, ഇറച്ചി കിട്ടിയാ? അവന് ഇറച്ചി ഉണ്ടെങ്കിൽ ഒരു ഇറച്ചി കൊടുത്ത. ആ വെള്ളക്കണ്ണന്റെ ഫ്രണ്ട് വന്നല്ലോ. വെള്ളക്കണ്ണന്റെ ഫ്രണ്ട് എത്തിയുണ്ടല്ലോ. ദേ കണ്ണൻ ഫ്രണ്ട് എത്തിയല്ലോ. ദേ വെള്ളക്കണ്ണന്റെ ഫ്രണ്ട് എത്തിയുണ്ട്. കണ്ണൻ വന്നുണ്ട്. കണ്ണാ, നിനക്ക് അവിടെ ഭക്ഷണം ഇട്ടുണ്ടോ? നിനക്ക് കഴിച്ചേ നീയേ? ആ അവൻ ഉണഞ്ഞിട്ടേക്ക് വന്നാണ്. ആ ഞാൻ തിന്നിട്ട് നീ തിന്നാൻ പോയിന്നാണ് വെള്ളക്കണ്ണൻ പറയണേ. ദേഷ്യം പേരുണ്ട്. ആ ആ ആ പോടാന്നാണ് പറയണ. കണ്ടില്ലേ? പോടാന്നാണ് പറയുന്നത്. വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല ആൾക്ക്. വന്നത്. എവിടേക്ക് പോണേ വെള്ളക്കണ്ണ? എവിടേക്ക് പോണേ? ആള് ദേഷ്യം വന്നിട്ട് പോണ്ട്. എവിടേക്ക് പോണേ? ദേ കണ്ണനും വന്നു. നിങ്ങളുടെ പാത്രം എവിടെയാ? കണ്ണന്താ വീണ്ടും പോണ്ട്. വീണ്ടും അങ്ങോട്ട് പോയി. വേഗം പൊക്കോ. വെള്ളക്കണ്ണൻ വേഗം പൊക്കോ. പാത്രം എവിടേക്ക് പോയേ? കണ്ണാ, വേറെ ആരെങ്കിലും വന്ന് കൊണ്ടുപോയോ പാത്രം? വെള്ളക്കണ്ണ ഇവൻ കിടന്ന് ഓടി നടക്കണ്ടില്ല. വെള്ളക്കണ്ണ, കണ്ണ വാടാ. അതായത് നിങ്ങളുടെ പാത്രം കിട്ടിയില്ല. നിങ്ങളുടെ പാത്രം പുറത്തിരിക്കണ്ടായിരുന്നോ? വാടാ വാ. വായോ വെള്ളക്കണ്ണ വായോ. പാത്രം കിട്ടിയുണ്ട്. വാ ഓടിയോ. വേഗം വായോ. ചിക്കൻ കൂട്ടി നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാം. തലൂടെ കേട്ടാ. ചോറ് എടുക്കട്ടാ. അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ലേശം ചോറ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പാത്രത്തിൽ ചോറ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നമ്മൾ ചിക്കൻ കറി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി നിന്നൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അത് അവർക്ക് ഇങ്ങോട്ട് കൂട്ടി തിരുമ്പി അവിടെ ചോറിലേക്ക് ഇട്ടിട്ടിരിക്കുകയാണ്. ഇതേ ചിക്കൻ കറിയിലും മണ്ണടിച്ചപ്പോൾ അവിടെ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത്. കരയാണ്ട് വെള്ളക്കണ്ണ അതെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ കറി ചോറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തരാം കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ പീസ് എടുത്തു. അങ്ങനെ ഇവർക്കൊന്ന് കൂട്ടി ഇങ്ങനെ കുഴച്ച് മിണ്ടാണ്ടിക്ക് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മിണ്ടാണ്ടിക്കട വെള്ളക്കണ്ണ. കണ്ണൻ അവിടെ മിണ്ടാണ്ടിരിക്കണ്ടല്ലോ. എൻ്റെ ഫ്രണ്ട് അവിടെ മിണ്ടാണ്ടിരിക്കണ്ടല്ലോ. മിണ്ടാണ്ടിരിക്കും. ബഹളം വയ്ക്കല്ലേ. എന്നാ ബഹളം വയ്ക്കല്ലേ. എന്നാ കണ്ണനും കഴിച്ചറാ. വേഗം കഴിക്കുക, അല്ലെങ്കിൽ കണ്ണപ്പം തീർക്കും. വേഗം വാ. ദേ ഇറച്ചി വെളിമ്പി തന്നു. ദേ നീ കഴിക്കേ. വാ എന്നാ കണ്ണൻ അങ്ങോട്ട് പോയേക്ക. വെള്ളക്കണ്ണൻ കഴിച്ചോ. ഇത്ര നേരം കരച്ചിലായിരുന്നല്ലോ. കഴിക്കേ. അവ അവിടെ നിൽക്കുന്നുണ്ട്. കഴിച്ചു. എൻ്റെ കൂട്ടുകാരൻ വന്ന് കഴിക്കുന്നുണ്ട്. വേറെ ഒരു ഫ്രണ്ട് അവിടെ ഇരുട്ടത്ത് വന്നിരിക്കുന്നു കേട്ടോ. ഒരു ഫ്രണ്ട് അവന് മണടിച്ച് കഴിഞ്ഞപ്പോൾ വന്നതാണ് ആള്. വെള്ളക്കണ്ണൻ അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ഫ്രണ്ട് വന്നിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൻ ചിക്കൻ പീസ് ഇത് പുറത്തേക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോയി. ഇവിടെ ആൾ എന്തിട്ടാ കൊണ്ടുപോയി എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എന്തിട്ടാ കൊണ്ടുപോയേ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം വേണമെങ്കിൽ കഴിക്കുക. ഇതേ അതിൽ തെറിച്ച് കൊണ്ടുപോയി. കണ്ണൻ കൊണ്ടുപോയി. വെള്ളക്കണ്ണ കഴിച്ചോ. അവൻ ഒരെണ്ണം സാപ്പിട്ടിട്ട് വീണ്ടും വന്ന് സാപ്പിട്ട് കഴിച്ചോ. വെള്ളക്കണ്ണ വേഗം ഭക്ഷണം കഴിച്ചോ. ഇപ്പൊ തീരും. വേഗം കഴിച്ചോ. കണ്ണപ്പ് തീർക്കും. കണ്ണ നല്ല വെട്ടണ. അവൻ ചിക്കൻ്റെ പീസ് കൊണ്ടുപോയില്ലേ. അവിടെയുള്ള ഫുഡൊക്കെ കംപ്ലീറ്റ് തീർത്തോണ്ടിരിക്കുക. വേഗം കഴിച്ചോ. ഇന്നെന്താ വെളിച്ചുകൊണ്ട് കൂട്ടി മാത്രം കഴിക്കാനുള്ള പരിപാടിയാ വെള്ളക്കണ്ണ?
ഏ അപ്പം ഇനി ഒരാൾക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് കണ്ണെന്താ തിന്നോണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്. കഴിച്ചോ വേഗം പോയി കഴിച്ചോ അല്ല ഇപ്പം തീരും. ബെസ്റ്റായിട്ടുണ്ട്. ആൾക്ക് ഭക്ഷണം വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ആളുടെ ഫ്രണ്ട് തിന്നണത് നോക്കിയിരിക്കുക ആള്. കണ്ട, ഇതാണ് ആളുടെ പ്രകൃതം. ആളുടെ മെയിൻ ആഹാരം വല്ലപ്പോഴും ഇത്തിരി ചിക്കട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിന്നും. അതുവരെ ഭയങ്കര കരച്ചിലാണ്. നമ്മൾ വിചാരിക്കും നന്നായിട്ട് ഫുഡ് അടിക്കാനാണ്. ആളുടെ മെയിൻ ഭക്ഷണം ചോറിൽ വെളിച്ചെണ്ണ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ആൾ ഭക്ഷണം കഴിക്കും. പെറിച്ചി അതിൽ മിക്സ് ചെയ്ത് ഒന്ന് കൂട്ടി കൊടുത്തതാ. അത് തിന്നാണ്ട് ഫ്രണ്ട് തിന്നണമെന്ന് നോക്കി നിൽക്കുക. വേറെ ഒരു ഫ്രണ്ട് മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനിത്തിരി ഭക്ഷണം കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ കണ്ണ നല്ല കലക്കണം. കണ്ട കണ്ണാ ഇത്തിരി ഭക്ഷണം അവന് കൊടുക്കട്ടെ. അവിടെ മുറ്റത്ത് ഒരുത്തൊന്നും നിൽക്കുന്നുണ്ട്. അവന് കൊടുക്കട്ടെ കേട്ടോ. ഈ രണ്ടാളും കൂടി തിന്നോ. വാ, ഇവ എന്തായാലും ഇങ്ങനെ നോക്കി നിൽക്കുക. അവന് കൊടുക്കട്ടെ കേട്ടാ. വയോ ഗോപിയെ കഴിച്ചു. ഇതാണ് മുറ്റത്ത് നിന്ന് പൂച്ചക്കുട്ടിയാണ് കേട്ടോ. വലിയ പൂച്ചയാണ്. മറ്റവനും കൂടി വരുന്നുണ്ട്. ആ കർമ്മനും കൂടി വരുന്നുണ്ട്. കണ്ണൻ അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറൊരാൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുമെന്ന് നോക്കിയിട്ട് കിച്ചൻ്റെ പടിയിലവിടെ നിൽക്കണം. അപ്പോൾ വെള്ളക്കണ്ണൻ അവർ ഭക്ഷണം കഴിക്കുന്ന നോക്കി മാത്രം നിന്നാൽ മതി കേട്ടോ. അപ്പോൾ വെള്ളക്കണ്ണൻ്റെ ഇന്നത്തെ ആഹാരം ഗോവിന്ദ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം കേട്ടോ വെള്ളക്കണ്ണ. അപ്പോൾ സുഹൃത്തുക്കളെ, പൂച്ചകളുടെ വീഡിയോ, പൂച്ച സാറന്മാരുടെ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം.